അയ്യോ അത് കഴിക്കല്ല, അതിൽ വിഷമുണ്ട്. ഇന്നെന്താ കറി? ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി. ഏ എന്ത് വെച്ചുണ്ടാക്കി? മത്തങ്ങ വെച്ച്. സാധാരണ ഇവിടെ മത്തങ്ങ വെച്ചിട്ടാണല്ലോ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുക. അതല്ല, ആ അടുക്കളയിലിരുന്ന് മുള വന്ന ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണോ ഉണ്ടാക്കിയേ? അതെ, പക്ഷെ മുള വന്ന ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞായിരുന്നു. മുള വന്ന് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ല. ദേ അടുത്ത ആള് തുടങ്ങി. ഒരാള് രാവിലെ ചെറുപയർ മുളപ്പിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ ദേ അടുത്ത ആള് ഉരുളക്കിഴങ്ങ് മുളപ്പിച്ചത് കഴിക്കാൻ പാടില്ല എന്നായി. മുളപ്പിച്ച പയറൊക്കെ നല്ലതാണ്, കാരണം അത് ധാന്യാണ്. അതിൽ പ്രോട്ടീൻ ഉണ്ട്, ഫോലേറ്റ് ഉണ്ട്, അയൺ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു നൈറ്റ് ഷെയ്ഡ് ഫാമിലിയാണ്. ഇത് മുള പൊട്ടുമ്പോൾ ഒരു പച്ച കളറിലോട്ട് മാറാനായിട്ട് തുടങ്ങും. അതിനർത്ഥം ഗ്ലൈക്കോ ആൽക്കലൈഡ്സ് എന്ന് പറയുന്ന വിഷാംശം അതിൽ ആകാനായിട്ട് തുടങ്ങി. ഇത് മനുഷ്യ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. അത് കാരണം നമുക്ക് വയറിളക്കം വരാം, വയറുവേദന വരാം, തലവേദന, തലകറക്കം, ഈ പ്രശ്നങ്ങളൊക്കെ വരാം. അതുകൊണ്ടാണ് മുളപ്പിച്ച ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ പൊതുവെ നമ്മളൊക്കെ എന്താ ചെയ്യാ, ഉരുളക്കിഴങ്ങ് സവാളയുടെ കൂടെ അടുക്കളയിൽ വെക്കും. അതും ചെയ്യാൻ പാടില്ല, കാരണം ഈ സവാളയിൽ ഒരു എത്തിലിൻ ഗ്യാസ് റിലീസ് ആകും. ഇത് റിലീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിന് മുള പൊട്ടാനായിട്ട് വേഗത്തിലാക്കും. അപ്പൊ അതുകൊണ്ട് സവാളയുടെ കൂടെയും ഉരുളക്കിഴങ്ങ് വെക്കാനായിട്ട് പാടില്ല. ഉരുളക്കിഴങ്ങൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം ഉരുളക്കിഴങ്ങൊക്കെ സൂക്ഷിക്കാനായിട്ട്. എനിക്കത് അറിയേ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യം അറിയായിരുന്നോ? ഇനി ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ.